കൊല്ലം ജില്ലയിൽ തേയിലകൃഷിയുള്ള ഏക പ്രദേശമാണ് അമ്പനാട് ടി.ആർ.ആൻഡ് എസ്റ്റേറ്റ്. എസ്റ്റേറ്റിൽ മാത്രം ജീവിതം ജീവിച്ചു തീർക്കുന്ന തൊഴിലാളികൾക്ക് അല്പം സന്തോഷം കൂടി നൽകുന്നതായി അവിടെ സംഘടിപ്പിച്ച കുളുന്തുനുള്ളൽ മത്സരം. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും തൊഴിലിന്റെ സ്വഭാവവും വൈദഗ്ധ്യവും മറ്റുള്ളവരെ അറിയിക്കുന്നതിനാണ് മത്സരം സംഘടിപ്പിച്ചതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ പറഞ്ഞു. തോട്ടം മേഖലയിലുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങളും തൊഴിലിൻ്റെ സ്വഭാവവും ഒക്കെ പൊതുസമൂഹത്തെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു മത്സരം സംഘടിപ്പിച്ചതാണ്. അപ്പം മത്സരത്തെ ആര് ജയിക്കുന്നു തോക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. തൊഴിലാളികൾക്കെല്ലാം ആ തൊഴിലിൻ്റെ ഒരു സ്വഭാവം എന്താണ്, അവരുടെ ആ തൊഴിലിൻ്റെ ഒരു വൈദഗ്ധ്യത്തിൻ്റെ പ്രശ്നമൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെടാനും ഒരു പബ്ലിക് ആ കാര്യത്തിന് ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ ശ്രദ്ധയിൽ വരണമല്ലോ ഈ കാര്യങ്ങൾ. ഏറെ വൈദഗ്ധ്യം വേണ്ടുന്ന തൊഴിലാണ് കുളുന്തുനുള്ളൽ. മത്സരത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾക്ക് ആവേശമായി നാട്ടുകാരും ഒത്തുകൂടി. പുനലൂരിൽ അടുത്ത മാസം നടക്കുന്ന പ്ലാന്റേഷൻ ഫെഡറേഷൻ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. തോട്ടം തൊഴിലാളി യൂണിയൻ CA2-ൻ്റെ ആഗസ്റ്റ് 5, 6 തീയതികളിൽ പുനലൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു പരിപാടിയാണ് തേയില നുള്ളു മത്സരം ഇന്ന് അമ്പനാട് സംഘടിപ്പിച്ചത്. നിരവധി തൊഴിലാളികൾ ആവേശത്തോടു കൂടിയിട്ടാണ് ആ മത്സരത്തിൽ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളെടുത്താൽ തേയില ഇപ്പോഴും അവശേഷിക്കുന്നത് കൊല്ലം ജില്ലയിലെ അമ്പനാട് മാത്രമാണ്. അത് പുറം ലോകം അറിയാനും തൊഴിലാളികൾ ചെയ്യുന്ന ജോലിക്കൊരു മാന്യത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള തൊഴിൽ മത്സരങ്ങളും കൂടി സമ്മേളനത്തോട് അനുബന്ധമായി സംഘടിപ്പിച്ചത്. കുളുന്തുനുള്ളൽ മത്സരം ആവേശകരമായിരുന്നുവെന്നും തോട്ടത്തിൽ മാത്രം ജീവിക്കുന്ന തങ്ങൾക്ക് ഇത്തരമൊരു മത്സരം ഏറെ സന്തോഷം പകർന്നുവെന്നും തൊഴിലാളികളും പറയുന്നു. മത്സരം ആവേശമായിരുന്നു. അപ്പോൾ നമ്മുടെ തൊഴിലിനോടൊരു മാന്യത, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ കാട്ടിക്കിടന്ന് തൊഴിലുകളിൽ ആരും കാണുന്നില്ലല്ലോ. ഒരു മാന്യത കൈവരാൻ വേണ്ടിയാണ് ഇത് പുറം ലോകം അറിയും. മത്സരത്തിൽ വിജയിച്ച 3 പേർക്ക് ഈ മാസം 26-ന് മന്ത്രി M.M. മണി കഴുതുരുട്ടിയിൽ നടക്കുന്ന സെമിനാറിൽ വെച്ച് ക്യാഷ് അവാർഡ് നൽകും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.